അതറിയത്തില്ല ഞാൻ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വളവ് തിരിഞ്ഞ് കയറിയ വഴിക്ക് കാറ് നിയന്ത്രണം വിട്ട് ഇവിടെ സമീപത്തൊരു വീട്ടിലേക്ക് ഇടിച്ച് കയറിയിരിക്കുകയാണ്. പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്ന് കോട്ടയം റൂട്ടിലേക്ക് കാറ് ഇറങ്ങി വരുന്ന വഴിയാണിത്. വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് വരുന്നത്. ഇവിടെ വെച്ച് അടൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ്. ഇപ്പോൾ ഈ വളവ് തിരിഞ്ഞപ്പോഴത്തേന് ഇവിടെ വെച്ച് അവരുടെ കാർ ഓഫായിപ്പോയി. ഭാര്യയും ഭർത്താവും ഒരു കൊച്ചുമായിരുന്നു. അന്നേരത്തേന് അവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്തെടുത്തപ്പോഴത്തേന് സമീപത്തൊരു ബൈക്കാരനട്ടും തട്ടി. അതിനുശേഷം തൊട്ട് സമീപത്ത് ഇവിടെ ഒരു വീട്ടിലൂണ് നടത്തിയാണ്. പ്രസന്നൻ ചേട്ടനും ഓമന ചേച്ചിയാണ്. അപ്പോൾ ഓമന ചേച്ചി മുറിക്കുള്ളിൽ ഈ സൈഡിൽ കിടന്നുറങ്ങിയായിരുന്നു. ആ ഭിത്തിക്കിട്ടാണ് വന്ന് കാറ് വന്ന് ഇടിക്കുന്നത്. ഓമന ചേച്ചിയുടെ കാലിന് ചെറിയ മുറിവുണ്ട്. പാറാട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാണ് കാറ്. ഈ സൈഡിലെ ഭിത്തിക്കിട്ടാണ് വന്ന് ഇടിച്ചത്. ഏതായാലും മറ്റ് ആർക്കും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ സമീപത്തിരിക്കുന്ന ബൈക്കിനിട്ടാണ് വന്ന് തട്ടിയത്. തട്ടിയതിന് ശേഷമാണ് ഈ വീട്ടിലേക്ക് ഇടിച്ച് കയറിയത്. അയ്യോ, എപ്പോഴായിരുന്നു? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ ഓടി വന്നിട്ടേക്കാൾ പെട്ടെന്ന് കട്ടില കിടക്കുക. ഈ മുറിക്കകത്ത് മുറിക്കാതെ കൊണ്ടുപോയി. മുറിക്കാതെ കാലിന് വേദനയാ. ക്ലച്ച് ഓഫ് ചെയ്ത് വണ്ടി എടുത്ത് ആക്സിഡന്റ് ഒറ്റ പോണം. ഈ കാർ എവിടെ നിന്ന് വന്നാ? അതിങ്ങനെ കയറി ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അവിടുന്നാണോ ഈ ബൈക്കാനെ തട്ടി? നമ്മുടെയാണോ വണ്ടി? ഈ ബസ് കാർ ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. അല്ല, കാർ ഇവിടെ നിന്ന് എടുത്തതാണ്. ഞാൻ വരുമ്പോഴത്തേന് ഇവിടെ ഹാഫ്ലറ്റ് നിർത്തിയേക്കുമായിരുന്നു. ഹാഫ്ലറ്റിന് എടുത്തോ വഴിക്ക് കൂടുതൽ ആക്സിഡന്റ് കൂടുതൽ. ഞാൻ ഇവിടെ കയറിയ വഴിക്ക് എന്നെ കൂടെ തട്ടിയിട്ട് അങ്ങോട്ട് കയറും. നമുക്ക് വേറെ പരിക്കൊല്ലുണ്ടോ? വണ്ടിക്കൊല്ല വണ്ടി ഓടിച്ചിരുന്ന ആണോ? അപ്പനാണ് ഓടിയത്. അവിടെ പുറത്തുപോയില്ല. അവൾ കിടപ്പുണ്ടായിരുന്നു. നാളെ മുറിക്കകത്ത് കിടക്കായിരുന്നു. അവള് കട്ടില കിടക്കൂല. ഞാനവിടെ കിടന്നു. ഞാൻ പാട്ട് എഴുന്നേറ്റിട്ട് ഞാൻ തിരിച്ചെന്ന് ഇവിടെ വിളിച്ചേച്ച് സമാജത്തിന് പോകണമെന്ന് പറയാൻ അങ്ങോട്ട് കയറുമ്പോൾ പടക്കം വരച്ച് കേൾക്കുക. അല്ല ഇപ്പൊ ഞാൻ കിടന്നു. ചക്ക വീണ് ചേച്ചിക്ക് വല്ല പരിക്കുണ്ടോ? അടൂർ സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച വണ്ടിയാണ്. അവർ എറണാകുളത്തിന് പോവുമായിരുന്നു. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ റൂട്ടാണ് കാണിച്ചത്. അങ്ങനെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേന് അവിടെ വെച്ച് വണ്ടി ഓഫായിപ്പോയി. അവിടുന്ന് പിന്നെ എടുത്തപ്പോഴത്തേനുള്ള സംഭവമാണ്. അവരിവിടെ ഉണ്ട്. അപ്പം പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പം അവരും പേടിച്ചു പോയി ആകപ്പാടെ. അവിടെ നിന്ന് എടുത്തപ്പോൾ ഇങ്ങനെ ഈ മുറിക്കുള്ളിലാണ് ഓമന ചേച്ചി കിടന്നുറങ്ങിയത്. അപ്പോഴത്തേന് കാറിടിച്ചപ്പോഴത്തേന് ജനലും ഈ സൈഡിലെ ഭിത്തി എല്ലാം കൂടെ ഇങ്ങനെ ഇടിഞ്ഞ് കട്ടിലിലേക്കാണ് വീണത്. അങ്ങനെ ചേച്ചിയുടെ കാലിന് ചെറിയ മുറിവുണ്ടെന്നാണ് പറഞ്ഞത്. വേറെ
ഗുരുതരമായ പരിക്കൊന്നുമില്ല. ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. ഉണ്ട് പരിക്ക് ഇവിടുത്തെ ചേച്ചിക്കാ കാഴ്ച ഇതുവരെ വണ്ടിയാണ്. പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നിടം ശരിക്കും അപകടം പിടിച്ചു തന്നെയാണ്. ഈ വളവ് ഒരു നല്ലൊരു കൊത്തു വളവും കൂടെയാണ്. അപ്പോൾ ഇവിടെ പരിചയമില്ലാത്തവരൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് ഈ റോഡിനെ പറ്റിയുള്ള ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കയറ്റം പെട്ടെന്ന് വന്നപ്പോൾ വണ്ടി നിന്നു പോകുക ചെയ്യും. അതുപോലെ ബസ്സൊക്കെ ആണെങ്കിലും ഇവിടെ വന്ന് ചിലപ്പം ചവിട്ട് നിർത്തും. മറ്റേ റോഡിൽ കൂടെ ബസ് വരുമ്പോൾ ചവിട്ട് നിർത്തും. തൊട്ട് പുറകെ വരുന്ന വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്.